കെ.പി.സി.സി പുനഃസംഘടനാ തർക്കത്തിൽ ഹൈക്കമാൻഡിന് മുന്നിലും പൊട്ടിത്തെറി. ദില്ലിയിലെത്തിയ കേരള നേതാക്കളാണ് പരാതി ഉയർത്തത്. കെ.പി.സി.സി അധ്യക്ഷന്റെ പ്രവർത്തന ശൈലിയിൽ മറ്റ് നേതാക്കൾക്ക് പരാതി. പാർട്ടിയിൽ കൂടിയാലോചന നടക്കുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതിയും കെ.പി.സി.സി യോഗങ്ങളും നടക്കുന്നില്ല. ഇത്തരത്തിൽ പരാതികളാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ ഹൈക്കമാൻഡിന് മുന്നിൽ അറിയിക്കുന്ന. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നു. അബ്ദുൾ റഷീദ്, കേരളത്തിലെ തർക്കങ്ങൾ, ഗ്രൂപ്പ് പോര്, അത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ. അത് ഹൈക്കമാൻഡിലേക്ക് കൂടി പ്രതിഫലിക്കുകയാണ്, ഹൈക്കമാൻഡിന് മുന്നിലും പ്രതിഫലിക്കുകയാണ് ദില്ലിയിലേക്ക്. എന്തൊക്കെ അവിടെ നിന്നുള്ള വിവരങ്ങൾ? അജിംഷാദ്, കെ.പി.സി.സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കാനാണ് ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസം ഇടപെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട യോഗമാണ് ദില്ലിയിലെ ഇന്ദിരാഭവനിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലും നേതാക്കൾ തമ്മിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഹൈക്കമാൻഡിന് മുന്നിലും വിവിധ നേതാക്കൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഏറെ പ്രധാനപ്പെട്ടത് കെ.പി.സി.സി അധ്യക്ഷന്റെ പ്രവർത്തന ശൈലിയുമായി ബന്ധപ്പെട്ടുള്ള ചില അമർശങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. പാർട്ടിയിൽ പ്രധാനമായും ഇത്തരത്തിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങൾ നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ പാർട്ടിയിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഒറ്റയ്ക്ക് എടുക്കുന്ന ചില നിലപാടുകളിലേക്ക് കെ.പി.സി.സി അധ്യക്ഷൻ മുന്നോട്ട് പോകുന്നു. പാർട്ടിയിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്നുള്ള ചില ആരോപണങ്ങളാണ് നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവും കെ.പി.സി.സി അധ്യക്ഷനും തമ്മിൽ ആശയവിനിമയങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കെ.പി.സി.സി യോഗങ്ങളടക്കം നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കെ മുരളീധരൻ, ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരടങ്ങിയിട്ടുള്ള നേതാക്കളാണ് ഹൈക്കമാൻഡിന് മുന്നിൽ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടികൾ നൽകിയിട്ടില്ല. നിലവിൽ ഇപ്പോൾ മുതിർന്ന നേതാക്കളുമായും ഹൈക്കമാൻഡ് പ്രത്യേകം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹൈക്കമാൻഡ് ആരായുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളും തർക്കങ്ങളും കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡ് തർക്കം പരിഹരിക്കാൻ വേണ്ടി ദില്ലിയിലേക്ക് നേതാക്കളെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഡി.സി.സി പ്രസിഡന്റുമാരുടെ ഒക്കെ തന്നെയും പുനഃസംഘടനയിൽ, അതോടൊപ്പം തന്നെ കെ.പി.സി.സി പ്രസിഡന്റുമാരുടെ പുനഃസംഘടന ഒന്നും തന്നെ ഇതുവരെയും തീരുമാനം ആവുകയും ചെയ്തിട്ടില്ല. ഇതൊക്കെ തന്നെയും കെ.പി.സി.സി അധ്യക്ഷന്റെ ചില നിലപാടുകളിലുള്ള വ്യതിചലനങ്ങളാണ്. കോൺഗ്രസിനകത്ത് തന്നെ വിവിധ നേതാക്കളുമായും അദ്ദേഹം ചർച്ചകൾ നടത്തുന്നില്ല എന്ന കടുത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും ഈ ഹൈക്കമാൻഡിന് മുന്നിൽ നിലവിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ, മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ മുൻ കെ.പി.സി.സി അധ്യക്ഷന്മാരുമായിട്ടുള്ള നേതാക്കൾ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇനി ഏറെ നിർണായകമായിട്ടുള്ളത് ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടൽ എന്തായിരിക്കും എന്നുള്ളതാണ്, ഒരു തീരുമാനം എന്തായിരിക്കും എന്നുള്ളതാണ് ഏറെ നിർണായകമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഡി.സി.സി പ്രസിഡന്റിൽ ഒരു തീരുമാനമാവാത്തത് ചില പിടിവാശികൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ആരോപണം കൂടി നേതാക്കൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വി.ഡി. സതീശൻ അടക്കമുള്ള നേതാക്കൾ അത്തരം ചില പിടിവാശികൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് തിരുവനന്തപുരത്തെ ഡി.സി.സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും അതോടൊപ്പം അതിലൊരു തീരുമാനമാകാത്തത് എന്ന ചില ആരോപണങ്ങൾ കൂടി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഹൈക്കമാൻഡുമായിട്ടുള്ള യോഗം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ കെ.പി.സി.സി അധ്യക്ഷനെതിരെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വി.ഡി. സതീശനെതിരെ മാത്രമല്ല, സണ്ണി ജോസഫിനെതിരെ കൂടി, അദ്ദേഹത്തിന്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ കൂടി സംഘർഷം വ്യാപിക്കുകയാണ്. പ്രത്യേകിച്ച് ശശി തരൂരിനെ മുൻനിർത്തിയുള്ള നീക്കങ്ങൾ, നേരത്തെ അബ്ദുൾ റഷീദ് സൂചിപ്പിച്ചതുപോലെ എൻ ശക്തൻ രാജ്യഭീഷണിയൊക്കെ മുഴക്കുന്നൊരു സാഹചര്യം പോലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചുണ്ടായത് നമുക്കറിയാവുന്നതാണ്. കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലം അവിടെയുണ്ട്. എന്തായിരുന്നാലും അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.